ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്രീൻലാൻഡിനെ കുറിച്ചിട്ടാണ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ഐലൻഡ് ആണ്. അവിടുത്തെ ഡ്രാമാറ്റിക് ഐസി ലാൻഡ്സ്കേപ്സും അവിടുത്തെ ആൻഷ്യൻ ഇൻറ്റ്യൂൺഡ് കൾച്ചറും അവിടുത്തെ അൺടച്ച് വൈൽഡ്നസ് ഒക്കെയാണ് ഗ്രീൻലാൻഡിനെ ഭയങ്കര ഫേമസ് ആക്കിയിരിക്കുന്നത്. ഡെൻമാർക്കിലെ ഒരു ടെറിട്ടറിയാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ വരുന്നത് നൂക്കാണ്. ലാംഗ്വേജ് ഗ്രീൻലാൻഡിക് ആൻഡ് ഡാനിഷ് ആണ്. പോപ്പുലേഷൻ ഒരു 56,000 മാത്രമാണ് അവിടെയുള്ളത്. കറൻസി വരുന്നത് ഡാനിഷ് ക്രോൺ ആണ്. 3 ലെറ്റർ കോഡ് DKK ആണ്. ടൈം സോൺ വരുന്നത് GMT -3 to -4 ആണ്. വൈ വിസിറ്റ് ഗ്രീൻലാൻഡ്? ഗ്രീൻലാൻഡിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട മെയിനായിട്ട് കാര്യം എന്ന് പറയുന്നത് പ്യുവർ അൺടച്ച് നേച്ചർ. അവിടുത്തെ ആ ഒരു നേച്ചർ, അവിടുത്തെ നോർത്തേൺ ലൈറ്റ്സ്, മിഡ് നൈറ്റ് സണ്ണ്, അവിടുത്തെ ഗിഗാൻറ്റിക് ഐസ്ബർഗ്സ്, ഗ്ലേഷ്യേഴ്സ്, ട്രഡീഷണൽ അവിടുത്തെ ഇന്യൂട്ട് കൾച്ചർ, ആർട്ടിക് വൈൽഡ് ലൈഫ്, പിന്നെ അവിടുത്തെ ആ ഒരു റിമോട്ട് ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ആണ് ഗ്രീൻലാൻഡ് തരുന്നത്. ഗ്രീൻലാൻഡിൽ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് സമ്മറാണ്. ആ സമയം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മിഡ് നൈറ്റ് സണ്ണും ഹൈക്കിങ്ങും ഐസ് ക്രൂസൊക്കെ ചെയ്യാൻ പറ്റും. വിൻ്റർ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. ആ സമയം നമ്മൾ പോകുമ്പോൾ നമുക്ക് നോർത്തേൺ ലൈറ്റ്സും ഡോഗ് സ്ലെഡിങ്ങും സ്നോ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ പറ്റും. ഗ്രീൻലാൻഡിലെ മെയിൻ ടോപ്പ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് ഇലൂലിസാറ്റ്. അതൊരു യുനെസ്കോ ഐസ് ഫോർഡാണ്. ജൈൻറ്റ് ഐസ്ബർഗ്സും ബോട്ടോസൊക്കെ ചെയ്യുന്ന ഒരു ഐസ് ഫ്യോർഡാണ് ഇലൂലിസാറ്റ്. നൂക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റലിൽ നമുക്ക് കൂടുതലും ഗ്രീൻലാൻഡിന് വേറൊരു സൈഡ് കാണാൻ പറ്റും. കളർഫുൾ ഹൗസസും മ്യൂസിയംസ്, ഫ്യോർഡ്സ്, കൾച്ചർ, അവിടുത്തെ ഇന്യൂട്ട് കൾച്ചറൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ നൂക്ക് എന്ന് പറയുന്ന സിറ്റിയിലാണ് പോകേണ്ടത്. പിന്നെ കങ്കാരലു സാക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഐസ് ക്യാപ്പ് ആക്സസും നോർത്തേൺ ലൈറ്റ്സൊക്കെ കാണാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇത്. ഈസ്റ്റ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ മൗണ്ടെയ്ൻസും വൈൽഡ്നസൊക്കെ കാണാൻ പറ്റും. ഡിസ്കോബേ എന്ന് പറയുന്നത് വെയിൽ വാച്ചിങ്ങും ഗ്ലേഷ്യേഴ്സൊക്കെ കാണാൻ പറ്റും. ഗ്രീൻലാൻഡിൽ പോയാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഡോഗ് സ്ലെഡിങ്ങും നോർത്തേൺ ലൈറ്റ്സും ഐസ്ബർഗ് ക്രൂസ്, ഗ്ലേഷ്യർ ട്രെക്കിംഗ്, കയാക്കിംഗ്, വെയിൽ വാച്ചിങ്, ആർട്ടിക് വില്ലേജ് ലൈഫ്, ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രീൻലാൻഡിലെ അവരുടെ ഒരു ഇന്യൂട്ട് കൾച്ചർ ട്രഡീഷണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഹസ്കി റൈഡ്. ഹസ്കി റൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു സൈലൻറ്റ്, ഇക്കോ ഫ്രണ്ട്ലി, നോൺ പൊല്യൂറ്റിങ് അതൊക്കെയുള്ളൊരു റൈഡാണ് ഈ ഹസ്കി റൈഡ് എന്ന് പറയുന്നത്. അവിടുത്തെ മെയിൻ നമ്മൾ ആൾക്കാർ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഹസ്കി റൈഡ്. ഗ്രീൻലാൻഡിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് മാജിക്കൽ വിൻഡോ സെലിബ്രേഷൻ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു ക്രിസ്മസ് ആണ്. അവിടുത്തെ ഇന്യൂട്ട് കസ്റ്റംസും സ്നോ കവേർഡ് വില്ലേജസും ഗ്ലോയിങ് ലാൻഡേൺസ്, നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റിയൊരു പെർഫെക്റ്റ് ടൈമാണ് ഈ ക്രിസ്മസ് ടൈം. നമ്മൾ ഗ്രീൻലാൻഡിലേക്ക് ഫ്ലൈറ്റ് വഴി പോകണമെങ്കിൽ അവിടെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ടിപ്പിക്കൽ റൂട്ട് വരുന്നത് ഇന്ത്യ ടു കോപ്പൻഹേഗൻ പോയിട്ട് അവിടുന്ന് ഗ്രീൻലാൻഡിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് റേക്കവേക്ക് പോയിട്ട് ഗ്രീൻലാൻഡിലേക്ക് പോകണം. എയർ ഗ്രീൻലാൻഡും ഐസ്ലാൻഡ് എയറുമാണ് 2 ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ്. നമ്മളിപ്പോൾ ക്രൂസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ ടു ഐസ്ലാൻഡ് റേക്കവേക്കിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക. നമുക്ക് അവിടുന്ന് ക്രൂസ് ഇലൂലിസാറ്റിലേക്ക്, അല്ലെങ്കിൽ നൂക്ക്, അല്ലെങ്കിൽ ഈസ്റ്റ് ഗ്രീൻലാൻഡ് ഫ്യോർഡ്സോ സ്കോച്ച് ബൈ സോൺ, ഇവിടെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും ബെറ്റർ. ക്രൂസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻലാൻഡിൽ വേറൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഈ ഗ്രീൻലാൻഡ് എക്സ്പെഡിഷൻ ക്രൂസ് എന്ന് പറയുന്നത്. ഈ ക്രൂസ് പോവുകയാണെങ്കിൽ നമുക്ക് സോഡിയാക് ലാൻഡിങ്സും ഫ്യോർഡ് സെയിലിങ്സും ഇന്യൂട്ട് വില്ലേജ് വിസിറ്റ്സും വൈൽഡ് ലൈഫ് സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നോർത്തേൺ ലൈറ്റ്സ് കൂടി കാണാൻ പറ്റും. ഗ്രീൻലാൻഡ് ക്രൂസിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ്. അത് സമ്മർ ടൈമാണ്. ആ ടൈം നമ്മൾ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിഡ് നൈറ്റ് സണ്ണും ഐസ്ബർഗ് ക്രൂസും വെയിൽ വാച്ചിങ് ഒക്കെ കാണാൻ പറ്റും. സെപ്റ്റംബർ ടു ഏർലി ഒക്ടോബർ ആണെങ്കിൽ നമുക്ക് ഓട്ടം, നോർത്തേൺ ലൈറ്റ്സ് ആൻഡ് കാം ഫ്യോർഡ്സ് ആയിരിക്കും. വിൻ്റർ ടൈമിൽ നവംബർ ടു ഏപ്രിൽ, ആ ടൈമിൽ ക്രൂസൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഡ്യൂ ടു ഭയങ്കര ഐസായിരിക്കും അവിടെ മൊത്തം, നമുക്കതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ക്രൂസ് ഡ്യൂറേഷൻ വരുന്നത് ഷോർട്ട് എക്സ്പെഡിഷൻ വരുന്നത് 7 to 10 ഡേയ്സ് ആണ്. ക്ലാസിക് റൂട്ട് വരുന്നത് 10 to 16 ഡേയ്സ് ആണ്. ഫുൾ ആർട്ടിക് എക്സ്പ്ലോറേഷൻ വരുന്നത് 20+ ഡേയ്സ് ആയിരിക്കും. മോസ്റ്റ് ആൾക്കാർ പോകുന്നത് ഷോർട്ട് എക്സ്പെഡിഷൻ ആയിരിക്കും. താങ്ക് യു. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി വെസ്റ്റ് ബെഡ് ഹോളിഡേയ്സ് ഫോളോ ചെയ്യുക.